മല പോലെ വന്നത് എലി പോലെ പോയി. ഇന്നലെ എന്തായിരുന്നു പുകില്? വഖഫ് നിയമം ഏതാണ്ട് സ്റ്റേ ചെയ്യാൻ പോകുന്നു. കേന്ദ്രത്തിന് തിരിച്ചടി. ഇന്ന് 2 മണിക്ക്, അത് അവസാനം മാറ്റിവെച്ചു, ഇന്നത്തേക്ക് മാറ്റിവെച്ചു. ഇന്ന് 2 മണിക്ക് സംഭവിക്കും. സുപ്രീം കോടതി എല്ലാ വകുപ്പുകളും വഖഫിലെ ഈ നോട്ടിഫൈ ചെയ്യുന്നത്, പിന്നെന്താ കൗൺസിലിൽ അംഗങ്ങളെ നോൺ മുസ്ലിമുകളെ നിയമിക്കുന്നത്, കളക്ടർ സർവേ ചെയ്യുന്നത് ഒക്കെ സ്റ്റേ ചെയ്യുമെന്ന് വാർത്ത കൊടുക്കാൻ കാത്തിരുന്നവർക്ക് വലിയ പ്രഹരമായിപ്പോയി. ഒന്നും സംഭവിച്ചില്ല. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. അതായത് സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതുപോലെ തുടരണം. ഇപ്പോൾ ഉള്ളതുപോലെ തുടരാനേ പറ്റുള്ളൂ. വഖഫ് നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച് കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്തതുകൊണ്ട് മാത്രം നടപ്പാവത്തില്ല. അതിൻ്റെ റൂൾസ് ഉണ്ടാവണം. ചട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ നടപടി എടുക്കാൻ പറ്റൂ. ചട്ടങ്ങൾ ഉണ്ടാക്കാൻ 3 ആഴ്ച എങ്കിലും സമയം വേണമെന്ന് കേന്ദ്രം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ സ്റ്റാറ്റസ് കോ എന്ന് കോടതി പറഞ്ഞില്ലെങ്കിലും സ്റ്റാറ്റസ് കോയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഇന്നലെ നാടകീയമായ മറ്റൊരു സംഭവം നടന്നു സാർ. അതായത് കോടതി മൊത്തത്തിൽ ഇവിടെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ വലിയ തിരിച്ചടി കിട്ടുമാറ് ഇത് സ്റ്റേ ചെയ്യാൻ പോകുന്നതൊക്കെയാണ്. പക്ഷേ സുപ്രീം കോടതി ചോദിച്ചു, ഈ ഡൽഹി ഹൈക്കോടതി ഇരിക്കുന്ന സ്ഥലം, പാർലമെൻറ്റ്, ഇതൊക്കെ വഖഫാണെന്ന് വരെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതേക്കുറിച്ചൊന്നും വാർത്തയില്ല. പക്ഷേ ഇന്നലെ നടന്ന നാടകീയമായ 2 സംഭവങ്ങൾ. ഒന്ന്, ആസാം സർക്കാർ, രാജസ്ഥാൻ സർക്കാർ, ഛത്തീസ്ഗഡ് സർക്കാർ, മഹാരാഷ്ട്ര സർക്കാർ, ഇവർ വഖഫ്, ഇത്രയും സംസ്ഥാനങ്ങൾ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. ഇനി അവരെ കൂടെ കേൾക്കാതെ സ്റ്റേ കൊടുക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, അതിനേക്കാളും എനിക്ക് തോന്നി അത് BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ തോന്നാം. ഹരിശങ്കർ ജെയിനാണ് ജ്ഞാൻ വാപ്പിക്ക് വേണ്ടി, മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിക്ക് വേണ്ടി, സമ്പലിന് വേണ്ടിയൊക്കെ കേസ് കൊടുത്തിരിക്കുന്ന ഹരിശങ്കർ ജെയിൻ ഒരു പെറ്റീഷൻ കൊടുത്തു. ഹരിശങ്കർ ജെയിൻ്റെ കേസുകളിൽ ഹരിശങ്കർ ജെയിൻ ജയിച്ചിട്ടേ ഉള്ളൂ. കേസുകളിൽ എല്ലാം ജയിച്ചാണ്. ഹരിശങ്കർ ജെയിൻ കേസ് എടുത്തിരിക്കുന്നത് 95 ഇപ്പോൾ റദ്ദാക്കിയ വഖഫ് നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധമായ വകുപ്പുകൾ റദ്ദാക്കണം. കാരണം ഈ നിയമം സ്റ്റേ ചെയ്താലും ആ കേസ് നിലനിൽക്കും, മറ്റേ നിയമം നിലനിൽക്കരുത്. കേസിനെ പറ്റി ഇപ്പൊ തന്നെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ 1995 നിയമത്തിനെതിരായ കേസുകൾ 30 കൊല്ലമായിട്ട് കോടതികളിൽ നിലനിൽക്കുക. അതെ, കോടതി തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഇതിൽ സ്റ്റേ ചെയ്താൽ മറ്റേ നിയമം നിലനിൽക്കുമെന്ന് പറയുമല്ലോ, അതിനെ ചലഞ്ച് ചെയ്ത് കേസ് വന്നു. അതോടൊപ്പം തന്നെ ഹരിശങ്കർ ജെയിൻ ആവശ്യപ്പെടുന്ന ഈ നിയമത്തിലും വഖഫിന് ചില അമിതാധികാരം കൊടുക്കുന്ന വകുപ്പുകളുണ്ട്. അതിപ്പോൾ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇനിയുള്ള കേസുകളിലെ ഗവൺമെൻറ് ഭൂമി അല്ലാത്ത ഭൂമിയാണെങ്കിൽ ഇനി മുതലുള്ളതിനെ വഖഫ് ബൈ യൂസ് ചെയ്തിട്ടുള്ളത് മാറ്റാൻ പറ്റില്ല. അതൊക്കെ നിയമവിരുദ്ധമാണ്. ഒരുത്തം വന്നിട്ട് ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് വഖഫാന്ന് പറഞ്ഞാൽ അത് മുൻകാല പ്രാബല്യത്തോടെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹരിശങ്കർ ജെയിലും വന്നു. അപ്പോൾ മുസ്ലിം സംഘടനകളും തമിഴ്നാട് സർക്കാരും മാത്രം ഏകപക്ഷീയമായി കൊടുത്ത കേസല്ല. നിയമത്തെ സംരക്ഷിക്കാനും പഴയ നിയമത്തെ റദ്ദാക്കാനും ഇപ്പോഴുള്ള നിയമത്തിൽ പോലും മുസ്ലിങ്ങൾക്ക് അമിതാധികാരം നൽകുന്ന വകുപ്പുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കേസുകളും വന്നു. അപ്പൊ കളിക്ക് മറുകളി, ഉഗ്രം കളി ഇപ്പുറത്തും വരുന്നു. പ്രതിരോധം വന്നു. ശബരിമലയൊക്കെ പോലെ പ്രതിരോധം വന്നു. പഴയ പോലെ പഴയ കൊച്ചിയല്ല. ഇന്നലെ ഹാരിസ് ബീരാൻ ഈ മാധ്യമങ്ങൾക്കൊക്കെ വേണ്ടത് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണ്. അവിടെ ചില നിരീക്ഷണങ്ങൾ അതിൻ്റെ കൂടെ നടത്തും. ആ നിരീക്ഷണങ്ങളുടെ കൂടെ ഇന്നലെ ഗന്ന പറഞ്ഞാണ് മറ്റേ ഡൽഹി ഹൈക്കോടതി ഇരിക്കുന്ന സ്ഥലം, അത് പത്രത്തിൽ ഒറ്റ ചാനലിൽ ആ ചോദ്യമില്ല, അത് പറഞ്ഞാണ് അങ്ങനത്തെ കാര്യങ്ങൾ. അദ്ദേഹം ഇന്ന് പറഞ്ഞു, ആദ്യം തന്നെ ഈ വഖഫ് പാസാക്കിയ വഖഫ് നിയമത്തിൽ പോസിറ്റീവായ കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഇന്നലെ തന്നെ പറഞ്ഞു. ഇന്നലെ പറഞ്ഞു, ഇന്ന് ആവർത്തിച്ചു. അതെ, പോസിറ്റീവായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത് മുഴുവൻ സ്റ്റേ ചെയ്യുന്നില്ല, തൽസ്ഥിതി തുടരുക മാത്രം. ചില കാര്യങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ 5 വർഷം ഇത് ഉണ്ടായിരുന്നിരിക്കണം. 5 വർഷം മുസ്ലിം ആയിരുന്നു. ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ മാറ്റി കളഞ്ഞാൽ പോലും നിയമത്തിന്റെ സത്ത നിലനിൽക്കുമല്ലോ. ഇതിൽ 3 കാര്യങ്ങളിലാണ് സുപ്രീം കോടതിക്ക് പ്രശ്നം ഉണ്ടായിരുന്നതെന്ന് റിപ്പോർട്ടുകൾ വായിച്ചാൽ നമുക്കറിയാം. ഒന്ന്, ഈ ഹിന്ദുക്കളെ കൂടി ബോർഡിലും അതെ അമുസ്ലിങ്ങളെ അതിൽ വെക്കുന്നത്, അതിന്റെ ഗ്രൗണ്ട് ബോധിപ്പിച്ചാൽ മതി, അത് പറഞ്ഞാൽ മതി. അത് ഇന്നലെ പറഞ്ഞിരുന്നില്ല, അത് പറഞ്ഞാൽ മതി. പിന്നെ കലക്ടറുടെ കാര്യം, പിന്നെ ബൈ യൂസർ, വഖഫ് ബൈ യൂസർ,
ഈ 3 കാര്യങ്ങളിലാണെന്ന് ഇന്നലത്തെ തന്നെ ആർഗ്യുമെന്റ് അനുസരിച്ചിട്ട് വ്യക്തമായിരുന്നു. ബാക്കിയുള്ളതെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇതിലൊരു ക്ലാരിറ്റി വേണം. ഇപ്പോൾ കോടതി അത് മാത്രമല്ല, ഒന്നുകൂടെ നമ്മൾ പറയാതിരിക്കേണ്ട കാര്യം, കോടതി ചോദിച്ചു ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഹിന്ദു ട്രസ്റ്റുകളിൽ ഇങ്ങനെ മുസ്ലിങ്ങളെ വെക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഹിന്ദു ട്രസ്റ്റുകൾക്ക് ഉള്ള അധികാരങ്ങൾ, വഖഫിനുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് കോടതി മുമ്പാകെ പറഞ്ഞാൽ കോടതിക്ക് കാര്യം മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇതിൽ അമുസ്ലിങ്ങൾ വരുന്നത് എന്നുള്ളതിന് വിശദീകരണമുണ്ട്. അത് കോടതിയുടെ മുമ്പിൽ വെച്ചാൽ കോടതിക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഹിന്ദുക്കളുടെ ഭൂമികളും വഖഫ്, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ബുദ്ധമതക്കാരുടെയും സിഖുകാരുടെയും ഒക്കെ വഖഫിന് ഏറ്റെടുക്കാം. ദേവസ്വം ബോർഡുകൾക്ക് അങ്ങനെയുള്ള അധികാരം ഇല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വലിയ സ്ഥലങ്ങളിലും ഒക്കെ. മറ്റേ തമിഴ്നാട്ടിൽ ഒരു പുതിയൊരു ക്ഷേത്രം, ചോളന്മാരുടെ കാലത്തുള്ള ഒരു ക്ഷേത്രം ഉൾപ്പെടെ ഉള്ള മറ്റൊരു ഗ്രാമത്തിലൂടെ വഖഫിന് ഇന്നലെ നോട്ടീസ് ഉണ്ട്. വെല്ലൂരിൽ പ്രശ്നമുണ്ട്. മറ്റേ തിരുച്ചെന്തൂർ നേരത്തെ ഉണ്ട്. 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രമുണ്ട്. അതിന്റെ അടുത്തുള്ള ഒരു ക്ഷേത്രവും 1000 കൊല്ലം പഴക്കമുള്ളതൊക്കെ അതിന്റെ അടുത്ത് തന്നെയുള്ള പല ക്ഷേത്രങ്ങൾക്കും ഈ പ്രശ്നങ്ങളുണ്ട്. അഗ്രഹാരം ഉൾപ്പെടെ ഇരിക്കുന്ന സ്ഥലമാണ് ഈ അവിടെ വഖഫ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ വിവരങ്ങൾ ഇന്നിപ്പോ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ പറഞ്ഞിരുന്നു. ഗ്രാമങ്ങൾ തന്നെ എടുത്തു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ന് ആർഗ്യുമെന്റിന്റെ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ 7 ദിവസത്തേക്ക് ആണ് ഇനി. 7 ദിവസം കേന്ദ്രം സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 7 ദിവസം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ വരും. അതിൻ്റെ ഇടയ്ക്ക് ഈ കൗൺസിൽ ബോർഡ് ആ നിയമനങ്ങൾ നടക്കില്ല. സ്വാഭാവികമാണ്. അത് നടക്കില്ല. അല്ലെങ്കിൽ തന്നെ അത് നടപ്പാക്കണമെങ്കിൽ ചട്ടങ്ങൾ വേണം. ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. 3 ആഴ്ച കൂടി സമയം എടുക്കുമല്ലോ. അപ്പൊ പിന്നെ ഈ സ്റ്റേ ഉണ്ടെന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. സെപ്റ്റംബർ 9, സെക്ഷൻ 9-14 അതനുസരിച്ചിട്ടാണ് അപ്പോയിന്റ്മെന്റ്. അതനുസരിച്ചിട്ട് ഒന്നും ചെയ്യരുത്, ഡീനോട്ടിഫൈ ചെയ്യുന്ന പരിപാടികൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് സുപ്രീം കോടതി പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെയില്ല. പോയിട്ടില്ല. അത് പോകണമെങ്കിൽ തന്നെ റൂൾസ് ഉണ്ടാക്കണം. റൂൾസ് വേണം. അതിന് ഇനിയും ഏതാണ്ട് 1 മാസം. സ്റ്റാറ്റസ് കോ എന്ന് കോടതി പറഞ്ഞില്ലെങ്കിൽ പോലും അത് കേന്ദ്രത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. ചട്ടമില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് 3 ആഴ്ച എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് പൊട്ടിക്കാൻ വെച്ചിരുന്ന പടക്കമൊക്കെ എന്ത് ചെയ്യും? പടക്കമൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത്, മറ്റേ മോസ്കിന്റെ മുമ്പിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എവിടെയെങ്കിലും വെച്ച് പൊട്ടിക്കട്ടെ. അല്ലെങ്കിൽ ലീഗ് ഓഫീസുകളിലോ, മലബാറിലുള്ള ലീഗ് ഓഫീസുകളിൽ എന്ത് പറഞ്ഞ് പൊട്ടിക്കും? തെക്കോട്ട് മുസ്ലിം ലീഗ് ഇല്ലല്ലോ. ഇന്നെന്താണ് വിഷുവാണോ, എന്താണ് ശബ്ദം കേട്ടെന്ന് ആളുകൾ ചോദിക്കുമല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ചീറ്റി പോകാതിരിക്കാൻ വേണ്ടി പൊട്ടിച്ചു എന്ന് പറയാം. അതെ. ഏതായാലും ഇന്നിപ്പോൾ വലിയ തോതിലുള്ള ആഘോഷത്തിന് തയ്യാറായി. പത്രങ്ങളിലൊക്കെ ചിലപ്പോൾ പേജുകൾ വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ബൈറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും ചാനലുകളൊക്കെ. ഇന്നലെ തന്നെ കണ്ടില്ലേ, അത് വാർത്ത ഇങ്ങനെ തെറ്റായ വാർത്ത വന്നപ്പോൾ ബേബിയുടെ ബേബിയുടെ അടുത്തോട്ടൊരു ലേഖകൻ ഓടുന്നു, ധനേഷ് ഓടുന്നു. അവിടെ ചെല്ലുമ്പോൾ ബേബി അതോളം കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ വിധിയില്ല, സ്റ്റേ ഇല്ല എന്നായപ്പോൾ കട്ട് ചെയ്ത് പോയി. ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്ത് പറയും? VD സതീശൻ എന്ത് പറയും? ഞങ്ങൾ ജയിക്കും, അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് പറയാം. ഈ മുനമ്പത്തിന് പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തളിപ്പറമ്പിലെ സർ സയ്യിദ് കോളേജ്, അതിനെപ്പറ്റി എന്താ ലീഗ് മണ്ടാത്തത്? ലീഗ് ഇരട്ടത്താപ്പല്ലേ? അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന്. സർ സയ്യിദ് കോളേജ് ഞങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് അവർ ഹൈക്കോടതി വന്നു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ പുതിയ വഖഫ് നിയമ ഭേദഗതിയെ ലീഗ് അംഗീകരിച്ചു. അതാണ് അംഗീകരിച്ചുകൊണ്ടാണല്ലോ വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറയുന്നു. അതിലും കക്ഷി ചേരാവുന്ന. കാരണം ഈ സയ്യിദ് കോളേജിന്റെ സ്ഥലം ഒറിജിനലി അതൊരു മനയുടെ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മനക്കാരും എല്ലാം കൊണ്ടുപോയി ഇനി പുതിയ നിയമം വന്നല്ലേ ഞങ്ങൾക്ക് കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാമല്ലോ. അത് എന്തുകൊണ്ടാണ് മുനമ്പത്തിന്റെ കാര്യത്തിൽ ഈ നിലപാടെടുക്കുന്ന ലീഗ് സർ സയ്യിദ് കോളേജ് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് വാദിക്കുന്നത് ഇപ്പോഴോ പാസ്സാക്കിയ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് പ്രോപ്പർട്ടി അല്ലെന്നാ പറയുന്നത്. അതന്നെ. അപ്പൊ മുസ്ലിം ലീഗ് പുതിയ അവിടുത്തെ തളിപ്പറമ്പിലെ യൂണിറ്റ് എങ്കിലും വഖഫ് നിയമത്തെ അംഗീകരിച്ചു. അപ്പോൾ ലീഗിന് ആ കാര്യത്തിൽ ഒരു എട്ടത്താപ്പുണ്ട്. മാത്രമല്ല ഈ നിയമം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. മറ്റേത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസം മാത്രമാണ്. ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നുണ്ട്. ഫൈറ്റ് ചെയ്യാൻ കുറച്ച് ആൺകുട്ടികളോട് വന്നിട്ടുണ്ട്. അതെ, അവര് ഈ മുനമ്പത്തിന്റെ കാര്യത്തിൽ തന്നെ പറയുന്നത്, അല്ല സത്യത്തില് ആ കോളേജ് ഫറൂഖ് കോളേജ് അതും
ഈ സർ സയ്യിദ് കോളേജ് ലീഗുകാരുടെ, ഫറൂഖ് കോളേജും അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ട് അവർ വിറ്റത് കൊണ്ട് ആ വിറ്റത് ശരിയായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ആരും അവിടെ നിന്ന് ഇറങ്ങരുത് എന്ന് ലീഗ് പറയുന്നത്. വിറ്റ് കാശ് മേടിച്ചല്ലോ 30 ലക്ഷം രൂപയോളം. അപ്പോൾ വിറ്റത് ശരി. പകരം ഞങ്ങൾക്ക് ഒരു 500 ഏക്കർ കാസർഗോഡ് വന്നാൽ മതി. അതാണ് ഓരോരോ കച്ചവടം ഓരോന്നിന്റെ ഇടയിൽ കൂടി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി പിന്നെ എന്തിനുള്ളതാ? കച്ചവടത്തിനുള്ള. പിന്നെ ലീഗിനോട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ലീഗിനെ, അതോട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ലീഗ് എന്നുള്ള പാർട്ടി കേരളത്തിൽ വേണ്ട ഒരു പാർട്ടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ലീഗ് പോയാൽ ഇല്ലാതായാൽ പകരം വരുന്ന തീവ്രവാദികൾ വരും. അതുകൊണ്ട് കേരളത്തിൻ്റെ ഈ ഒരു ഇക്വിലിബ്രിയം അങ്ങനെ പറയാമോ, അത് നിലനിർത്താൻ ആ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി ലീഗിൻ്റെ പ്രസൻസ് ആവശ്യമാണ്. പക്ഷെ കുറച്ചുകൂടി നന്നായിട്ട് നിന്നാൽ ലീഗിനും നല്ലതാണത്. ഏതായാലും കൂടി ശരിയായ രാഷ്ട്രീയം. ഇന്നിപ്പോൾ സുപ്രീം കോടതി 2 മണിക്ക് വഖഫ് നിയമത്തിന് ഇടക്കാല സ്റ്റേ കൊടുക്കും എന്ന് കരുതി മനപ്പായസം ഉണ്ണാൻ കാത്തിരുന്ന മാധ്യമ കേസരികൾക്കെല്ലാം ഇന്ന് നിരാശയാണ്. കടുത്ത ചർച്ചയിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ സ്റ്റേ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്ന്, ആർഗ്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് വീണ്ടും പറഞ്ഞ് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.